നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാരിഷ് ഷംസുദ്ദീൻ. കല്ലിശ്ശേരി ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മിനിമലി ഇൻവേസീവ് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് HOD, ബാരിയാട്രിക് സർജൻ, കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. നമ്മളിന്ന് ഓവർ വെയ്റ്റ്, ഒബീസിറ്റിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഒബീസിറ്റി എന്ന് പറയുന്നത് അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കോസ്മെറ്റിക് കൺസേൺ ആണ്. മിക്കപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് വണ്ണമുണ്ടെന്ന് പറയാൻ പേഷ്യൻസിനോ എല്ലാവർക്കും, വീട്ടുകാർക്കാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനാണെങ്കിലും വണ്ണമുണ്ടെന്ന് പറയാൻ കോസ്മെസിസ് എന്ന് ആലോചിച്ചിട്ടാണ്, കോസ്മെറ്റിക് കൺസേൺ വെച്ചിട്ടാണ് നമുക്ക് എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒബീസിറ്റി ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുറേ റിസർച്ചുകൾ പറയുന്നത്. അതിന് കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് 10% ആൾക്കാർക്ക് ഒബീസിറ്റി, ഓരോ വർഷവും 3-3.5% ആൾക്കാർ ഒബീസിറ്റിയിലോട്ട് പോവുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം, നമ്മുടെ BMI, നമ്മുടെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള ഒരു കാൽക്കുലേഷനുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അത് 25 മുകളിൽ പോവുകയാണെങ്കിലാണ് അത് ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്ന് പറയും. അത് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 25 മുതൽ 30 വരെ ആകുകയാണെങ്കിൽ അത് ക്ലാസ് 1ഉം, 30 മുതൽ 35 വരെ ക്ലാസ് 2ഉം, 35 മുകളിൽ മോർബിഡ് ഒബീസിറ്റി എന്നുമാണ് അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വൽ പറയാം, ഇപ്പം ഒബീസിറ്റി കൊണ്ട് എന്താണ് കൺസേൺ എന്നാണ് ആൾക്കാർ മിക്കപ്പോഴും ചോദിക്കുന്നത്. ഒരു 40 വയസ്സ് വരെയൊക്കെ വണ്ണം വലിയ കൺസേൺ ആയിട്ട് തോന്നാറില്ല. എല്ലാവരും വണ്ണം വെച്ചിട്ട് റൊട്ടീൻസ് അവരുടെ എല്ലാം പോകും. പക്ഷേ അതിന് ശേഷമാണ് മിക്കപ്പോഴും ഈ ഒബീസിറ്റി കാരണമുള്ള അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്സ് വരാനുള്ളൊരു ടെൻഡൻസി, അതുപോലെ തന്നെ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങി കൂർക്കം വലിച്ചിട്ട് നമുക്ക് ശ്വാസം മുട്ടി ചാടി എണീക്കുക എന്നുള്ളൊരവസ്ഥ, അത് കാരണം പകൽ ഉറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേട്ടിട്ടുള്ള പോലെ നമ്മൾ ഓവറിയിലുള്ള അണ്ടങ്ങൾ പൊട്ടാതായിട്ട് പോളിസിസ്റ്റിക് ഓവറി വന്നിട്ട് നമ്മൾ വന്ധ്യതയിലോട്ട് വരുന്നൊരവസ്ഥയും ഒബീസിറ്റി കാരണം ഉണ്ടാവും. ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ക്യാൻസർ വരെ, നമ്മൾ പേടിക്കുന്നൊരവസ്ഥയാണ് ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഒബീസിറ്റി കാരണം കൂടുതലാണെന്നാണ് ഇപ്പോഴത്തെ റിസർച്ചുകളൊക്കെ. ലോകമെമ്പാടുമുള്ള റിസർച്ചുകൾ, സ്റ്റഡീസ് നമ്മൾ നോക്കിയാൽ ക്യാൻസർ ചാൻസ്, ഒബീസിറ്റി, അമിതവണ്ണമുള്ളവർക്ക് ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇതൊന്നും ആൾക്കാരെ ഭയപ്പെടുത്തുവാനല്ല, ഇതാണ് അവസ്ഥ. നമ്മൾ ഒരു ഏജ് വരെയും നമുക്ക് ഒബീസിറ്റി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ ഇത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളുമായി കുറേ നാൾ ആ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പോകും. പക്ഷേ ഒബീസിറ്റി ആരും ട്രീറ്റ് ചെയ്യത്തില്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പറയുന്ന പോലെ ഡയറ്റ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, അതുപോലെ ഇപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത കുറേ ട്രീറ്റ്മെൻറ്റ് പൗഡേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ഒരു കുറച്ച് വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ നമ്മളെപ്പോഴും ഒരു 35 BMIക്ക് മേളിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഡയറ്റിലോ എക്സസൈസിലോ വണ്ണം കുറഞ്ഞു വരാത്തൊരവസ്ഥ കാണാറുണ്ട്. അതിനൊരു കാരണം നമ്മൾ ഈ ഡയറ്റും എക്സസൈസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് പ്രൈമറി ആയിട്ട് നമ്മൾ ഒരുപാട് പേരില്ലെങ്കിലും ഒരു ഭയങ്കര റെയറായിട്ട് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയറ്റും എക്സസൈസും നോക്കി കുറയ്ക്കാറുണ്ട്. പക്ഷേ ഒരു സമയം കുറഞ്ഞു കഴിഞ്ഞിട്ട് അത് നിർത്തി കഴിയുമ്പോൾ തിരിച്ച് പിന്നെയും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് പിന്നെയും പഴയതിലും ഇരട്ടിയായിട്ട് വെയിറ്റ് കൂടി വരുന്ന ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഒബീസിറ്റി അഥവാ അമിതവണ്ണത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അമിതവണ്ണം നമുക്ക് ഡയറ്റും എക്സസൈസും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തും നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സമയം നമ്മൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നടുവേദന, മിക്കപ്പോഴും പറയാറുണ്ട് മുട്ടിന് വേദന, നടുവേദന, ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നിട്ട് നമ്മൾ എക്സസൈസ് പാതിയിൽ നിർത്തും. അത് കഴിയുമ്പം പിന്നെ കുറഞ്ഞ വെയിറ്റ് പിന്നെയും തിരിച്ചു കൂടും. ചില യോഗ, അങ്ങനത്തെയൊക്കെ നാച്ചുറോപ്പതി, അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് കുറയുന്നവരുമുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുമ്പോൾ തിരിച്ച് പിന്നെയും ഈ വണ്ണം തിരിച്ചു കൂടിയാണ് മിക്കപ്പോഴും കാണാറ്. പക്ഷേ അതെല്ലാം ഒരു BMI ഒരു 30-35 പേഷ്യൻസിനെ മിക്കപ്പോഴും അത് എഫക്റ്റീവായും കാണാറുണ്ട്. BMI 35 മുകളിൽ, 35 BMIക്ക് മേളിലുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അതിന് റിസൾട്ട് ഇല്ലാതെ വന്നിട്ട് അവർ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾ ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേൾഡിൽ എല്ലായിടത്തും നമ്മൾ ഒരുപാട് റിസർച്ചസ്, ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഒബീസിറ്റിക്കൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒബീസിറ്റിക്കൊരു എന്താ പറയുക, ഒരു നമ്മൾ പറയുക ഒരു വഴിയുണ്ട്. അത് നോക്കാതെയും നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഈ അസുഖമായിട്ടിരുന്നിട്ട് പല അസുഖങ്ങൾ അതിൻ്റെ കൂടെ നമ്മളൊരു മല കയറുന്ന പോലെയാണെന്ന് പറയും. കുറേ അസുഖങ്ങളുമായിട്ട് കയറിയിട്ട് അവസാനം പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് വീഴും.
അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരാതിരിക്കാനായിട്ട് ഒബീസിറ്റി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഒന്ന്, ഒബീസിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഒബീസിറ്റി പ്രിവെൻഷൻ ആവശ്യമാണ്. ഒബിസിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് സർജിക്കലി കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എൻഡോസ്കോപ്പിക് ബലൂൺ എന്നൊരു പ്രൊസീജിയറാണ്. എൻഡോസ്കോപ്പിക് ബലൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വായ് വഴി നമ്മൾ യൂഷ്വൽ ഗ്യാസ് വരുമ്പോൾ ഒക്കെ എൻഡോസ്കോപ്പി നോക്കുന്ന പോലെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് സ്റ്റൊമക്കിനകത്ത് നമുക്കൊരു ബലൂൺ ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റും. അത് ആ ബലൂൺ അതിനകത്തൊരു എന്താ പറയുക, ദഹിക്കാതെ ബലൂൺ അവിടെ കിടക്കുന്ന ഒരു അവസ്ഥ. ഒരു 6 മാസത്തേക്ക് അങ്ങനെ ബലൂൺ ഉണ്ടാവും. ഒരു 600 ml സലൈൻ ഫില്ല് ചെയ്തിട്ട്, അതിന് സർജറി ഒന്നുമില്ല, മുറിവുകളൊന്നും ഇല്ല. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് വയറിനകത്ത് ആമാശയത്തിനകത്ത് നമ്മൾ ബലൂൺ ഇട്ടിട്ട് അതൊരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് അതിൻ്റെ സൈസ് കൂട്ടാം, അല്ലെങ്കിൽ വേറെ ബലൂൺ ഇടാം. ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ വെയിറ്റ് കുറയുന്നതനുസരിച്ചിട്ട്. അതിന് പക്ഷേ ഒരു 15 കിലോ, ആവറേജ് 15 കിലോ, 12 മുതൽ 15 കിലോ വരെ കുറയുന്ന അവസ്ഥയാണ് എപ്പോഴും കാണാറുള്ളത്. അത് BMI 35 താഴെയുള്ളവർക്കായിരിക്കും മിക്കപ്പോഴും യൂസ്ഫുൾ. പക്ഷേ BMI 35 മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒബീസിറ്റി ട്രീറ്റ് ചെയ്യാനായിട്ട് സർജിക്കൽ ഓപ്ഷൻസ് നോക്കേണ്ടി വരും. അപ്പോഴാണ് ബാരിയാട്രിക് സർജറി അഥവാ ഒബീസിറ്റി സർജറി എന്നുള്ളൊരു എൻറ്റിറ്റി വരുന്നത്. ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ, ഒബീസിറ്റി സർജറി എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി ആയിട്ട്, കീഹോളായിട്ട് സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ആമാശയവും ചെറുകുടലും തമ്മിൽ ബൈപ്പാസ് ചെയ്യുക എന്നുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ വേണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒബീസിറ്റിയുടെ ക്ലാസ് അനുസരിച്ചിട്ടാണ്. ഓരോരുത്തരുടെ വെയിറ്റ്, ചിലർ വരുന്നത് 120 kg മുതൽ 150 kg മുതൽ 200 kg അതിനും മേലിലുള്ള ആൾക്കാർക്ക് വരുമ്പോഴാണ് നമ്മൾ ഓരോ പ്രൊസീജിയറും ഡിഫർ ചെയ്യുന്നത്. അത് ഓരോ പേഷ്യൻറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊസീജിയർ ഡിസൈഡ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി ആയിട്ട് നമ്മൾ ഈ ബാരിയാട്രിക് സർജറി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യൂഷ്വൽ പറയുക വെച്ചാൽ കീ ഹോളായിട്ടാണ് ബാരിയാട്രിക് സർജറി ചെയ്യുന്നത്. അത് മെയിൻലി അതുകൊണ്ട് നമുക്ക് വലിയ മുറിവുകൾ ഉണ്ടാവുന്നില്ല. മെയിനായിട്ട് വെയിറ്റ് ഉള്ളവരുടെ ഒരു കൺസേൺ അതാണ്. ഈ വയറിൽ മുറിവുണ്ടാക്കി അല്ലെങ്കിൽ ഒരു വലിയ സർജറി ചെയ്യുമ്പോൾ അത് ഉണങ്ങാനും ഫാറ്റ് ഉള്ളതുകൊണ്ട് അത് പിന്നീട് ഇൻഫെക്ഷൻ ആവാനും ഒക്കെ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വിഷമങ്ങൾ നമുക്ക് ഒരുപാട് കുറവാണ്. പ്രധാനമായിട്ടും മുറിവുകൾ അധികം ഉണ്ടാവില്ല, ബ്ലീഡിങ് അധികം ഉണ്ടാവില്ല, ഇൻഫെക്ഷൻ ഉള്ള ടെൻഡൻസി കുറവാണ്. അപ്പം വെയിറ്റ് ഉള്ളവർക്ക് കീഹോൾ വഴി ആമാശയത്തിനെ നമ്മൾ ചുരുക്കും, ചെറുതാക്കും. അത് നമ്മുടെ ബേബി സ്റ്റൊമക്ക് പോലെ, നമ്മൾ കുഞ്ഞിലെ എങ്ങനെ ഇരുന്നോ ആ സ്റ്റൊമക്ക് അതുപോലെ ആക്കിയിട്ട് നമ്മുടെ ആമാശയത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആമാശയത്തിൻ്റെ ഒരു ഹോർമോൺ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അതാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ഒരുപാട് സർജറീസ് ഉണ്ട് ബാരിയാട്രിക്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ചെറുകുടൽ അതിൽ ആമാശയത്തിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന സർജറീസ് ഉണ്ട്. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ വെയിറ്റും BMIയും മറ്റ് അസുഖങ്ങളുമാണ്. മിക്കപ്പോഴും പേഷ്യൻസ് ആരും ഒബീസിറ്റിക്ക് മാത്രമായിട്ട് വരാറില്ല, കൂടെ പല അസുഖങ്ങളുണ്ടാവും. പ്രധാനമായിട്ടും ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും, ഡയബറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അതുപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു റീസൺ ആയിരിക്കും. അങ്ങനെ പല പല അസുഖങ്ങളായിട്ടായിരിക്കും മിക്കപ്പോഴും ഒബീസിറ്റി ആൾക്കാർ പ്രസൻറ്റ് ചെയ്യാറ്. അപ്പോൾ അവരുടെ എന്താണ് വെയിറ്റ്, എത്രയാണ് വെയിറ്റ്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നത്. ബാരിയാട്രിക് സർജറി ഏറ്റവും സേഫ് ആണെന്ന് പറയാൻ കാരണം ഈ ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ടെൻഷൻ അതാണ്. മിക്കപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട്, വെയിറ്റ് കുറയ്ക്കുവാൻ വേണ്ടി എന്തിനാണ് സർജറി ചെയ്യുന്നത്, ഞങ്ങൾക്കൊക്കെ ഫാമിലിയോട് ഇത്രയും വെയിറ്റ് ഉണ്ട്, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സർജറി പേടിച്ചിട്ട് പോകാറുണ്ട്. അത് ആക്ച്വലി പറഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ നോക്കണം. അങ്ങനെ വെയിറ്റ് കൂടിയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ബാരിയാട്രിക് സർജറി, ഒബീസിറ്റി സർജറി ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കംപ്ലയിൻറ്റ്, നമ്മൾ ഈ പറയുന്ന സർജറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോംപ്ലിക്കേഷൻസ് ലാപ്രോസ്കോപ്പി വന്നതോടുകൂടി കീഹോളായിട്ട് ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറവാണ്. നമ്മൾ സാധാരണയായിട്ട് അപ്പൻഡിക്സോ ഗോൾ ബ്ലാഡറോ ചെയ്യുന്ന സർജറി കീഹോളായിട്ട് ചെയ്യുന്ന അതേ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ബാരിയാട്രിക് സർജറി ചെയ്യുമ്പോഴും അഥവാ ഒബിസിറ്റി സർജറി ചെയ്യുമ്പോഴും വരുന്ന കോംപ്ലിക്കേഷൻ. ബേസിക്കലി അത് നമ്മൾ യൂഷ്വലി നമുക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സും നമ്മൾ അതിൻ്റെ ഒരു ബാരിയാട്രിക് ടീമും പെർഫെക്റ്റ് ആണെങ്കിൽ ഈ ബാരിയാട്രിക് സർജറി കുറച്ചുകൂടെ സിമ്പിളാണ്, പേഷ്യൻറ്റിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അതിനുള്ള ടേബിൾ, നമ്മൾ തിയേറ്റർ സെറ്റ് കണ്ടാൽ നമുക്കറിയാം, നമ്മൾ ബാരിയാട്രിക് ഒരു 400 kg വരെ കിടത്താൻ പറ്റുന്ന നമ്മൾ ടേബിളാണ്. ഓപ്പറേഷൻ തിയേറ്ററാണ് നിങ്ങളിത് കാണുന്നത്. അപ്പം 400 kg എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ബാരിയാട്രിക് ഒക്കെ വരുന്നത് 250 kg വരെ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വരുന്നത്. അപ്പോൾ 400 കിലോ വരെ കിടത്താൻ പറ്റുന്ന ടേബിൾ വേണം. അതുപോലെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ലൈറ്റ്, ലാപ്രോസ്കോപ്പിക് എക്യുപ്മെൻറ്റ്സ്, അതെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ ബാരിയാട്രിക് ആ ഒരു ടീം
ഡയറ്റീഷ്യൻ വേണ്ടി വരും, ചില സമയത്ത് നമ്മൾ ഫിസിഷ്യൻസിൻ്റെ സപ്പോർട്ട് വേണം, കാർഡിയാക് സപ്പോർട്ട് വേണം. ഇതെല്ലാം ഒരു ടീമായിട്ട് വന്നാലായിരിക്കും ബാരിയാട്രിക് ടീം ഉണ്ടാവുക. അങ്ങനെ ഒരു ടീം ഉള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് ബാരിയാട്രിക് സർജറി ചെയ്യുവാനും സാധിക്കുന്നു. അതുകൊണ്ട് ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞിട്ട് ആരും കൺസേൺ ആയി നമ്മളതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്നും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ വെച്ചിട്ട് ബാരിയാട്രിക് സർജറി കുറച്ചുകൂടെ പേഷ്യൻ്റ് സേഫായിട്ട് ചെയ്യുവാൻ സാധിക്കും. നന്ദി.